തൃശൂരിൽ കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ യുവാവിന് ക്രൂരമർദ്ദനം. ചേലക്കര സ്വദേശി സുലൈമാനാണ് ഭാര്യയുടെ മാതാപിതാക്കളിൽ നിന്നും മർദ്ദനമേറ്റത്. ബലിപ്പെരുന്നാൾ ദിനത്തിൽ മക്കൾക്ക് സമ്മാനം കൊടുക്കാൻ വീട്ടിലെത്തിയതിനെ ചൊല്ലിയായിരുന്നു മർദ്ദനം. വധശ്രമത്തിന് കേസെടുത്ത പോലീസ് ഭാര്യ പിതാവ് മൊയ്തുവിനെ അറസ്റ്റ് ചെയ്തു. വീട്ടിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് കയറിയിട്ടൊന്നുമില്ല. എൻ്റെ മോൾക്ക് ഡ്രസ്സും പലഹാരങ്ങളും മറ്റുള്ള സാധനമായിട്ട് ഞാൻ കാണാൻ വേണ്ടി പോയത്. അവിടെ നിന്ന് അവളുടെ കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നമുക്ക് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. 4 മാസത്തിലേറെയായി ഭാര്യ റഫീനയുമായി പിണങ്ങി കഴിയുകയായിരുന്നു സുലൈമാൻ. ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് മക്കൾക്ക് സമ്മാനവുമായി ഈ സുലൈമാന് കൂടി അവകാശമുള്ള വീട്ടിലെത്തിയതായിരുന്നു. ഈ സമയത്ത് ഭാര്യ പിതാവ് അടക്കമുള്ള ആളുകളുമായി ഈ വീട്ടിൽ വരുന്നതിനെ ചൊല്ലി തർക്കമുണ്ടാവുകയും പിന്നീട് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുകയുമായിരുന്നു. സുലൈമാനും ഭാര്യ പിതാവ് മൊയ്തുവും തമ്മിൽ വാക്കേറ്റമുണ്ടായി. തുടർന്ന് മൊയ്തുവിന്റെ ഭാര്യ സഫിയയും അടക്കമുള്ള ആളുകൾ ചേർന്ന് മുളങ്കമ്പുകൾ അടക്കമുള്ള ആയുധങ്ങളുമായി ഈ സുലൈമാനെ മർദ്ദിക്കുകയായിരുന്നു. ക്രൂരമായ മർദ്ദനമാണ് സുലൈമാന് നേരിടേണ്ടി വന്നത്. സംഭവത്തിൽ ചേലക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. മൊയ്തുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും സഫിയയ്ക്കും സുലൈമാന്റെ ഭാര്യ റഫീനയ്ക്കുമെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മർദ്ദനത്തിൽ പരിക്കേറ്റ സുലൈമാൻ ഇന്നലെ ചേലക്കര താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് അവിടെ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലും ചികിത്സ തേടിയിട്ടുണ്ട്. മൊയ്തുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി മൊഴിയെടുക്കുന്നതടക്കമുള്ള നടപടികൾ നടത്തുകയാണെന്നാണ് ചേലക്കര പോലീസ് പറയുന്നത്. ലക്ഷ്മി, ലെവിൻ, അദ്ദേഹത്തിന്റെ ഭാര്യ അന്നേരം ആ വീട്ടിലുണ്ടായിരുന്നോ? ഈ മക്കൾക്ക് സമ്മാനം കൊടുക്കാനാണ് അദ്ദേഹം അവിടെ എത്തിയത്. മക്കളുടെ മുന്നിലിട്ടായിരുന്നോ മർദ്ദനം? എന്താണ് അതുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തു വരുന്ന വിശദാംശങ്ങൾ? ഈ സുലൈമാൻ പറയുന്നത് മക്കൾക്ക് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടിയാണ് എത്തിയത്. ഭാര്യ അടക്കമുള്ള ആളുകൾ ഈ സമയത്ത് ഉണ്ടായിരുന്നു. മക്കളെ വിളിച്ച് സംസാരിക്കുന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കം ആരംഭിച്ചത്. സുലൈമാന് കൂടി അവകാശമുള്ള ഒരു വീട് തന്നെയാണ് ഇവിടേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ പ്രകോപനം ഒന്നും കൂടാതെ തന്നെ ഈ ഭാര്യാപിതാവ് അടക്കമുള്ള ആളുകൾ തനിക്കെതിരെ പാഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യം മർദ്ദിക്കാൻ ശ്രമിച്ച സുലൈമാനെ താൻ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ സമയത്താണ് സുലൈമാനെ മർദ്ദനമേൽക്കേണ്ടി വന്ന സാഹചര്യത്തിൽ മൊയ്തുവിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ആ സമയത്താണ് മൊയ്തുവിന്റെ ഭാര്യ സഫീനയും കൂടി വടിയുമായി എത്തുന്നത്. തുടർന്ന് മകളും ഇവർക്കൊപ്പം ചേർന്ന് ഇയാളെ മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നമുക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഈ സുലൈമാൻ പറയുന്ന കാര്യങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായും ശരിയാണ്. അത്തരത്തിലാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. മൂവരും ചേർന്ന് ഈ സുലൈമാനെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. മുളവടി അടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു മർദ്ദനം. സുലൈമാൻ മർദ്ദനത്തെ തുടർന്ന് നിലതെറ്റി വീഴുകയും പിന്നീട് തുടർച്ചയായി ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർ മർദ്ദിക്കുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ കാണാം. വാവിട്ട് നിലവിളിക്കുന്ന യുവാവിന്റെ ദൃശ്യങ്ങളും നമുക്ക് ആ സംഭവത്തെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഗുരുതരമായ ഒരു ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. ലെവിൻ, 3 പേർ ചേർന്നാണ് സുലൈമാനെ മർദ്ദിച്ചത്. അതിലിപ്പോൾ മൊയ്തുവിനെ മാത്രമാണോ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? മറ്റ് 2 പേർക്കെതിരെ, ഭാര്യയ്ക്കും ഭാര്യ മാതാവിനുമെതിരെ, ഭാര്യയുടെ അമ്മയ്ക്കുമെതിരെ കേസ് എടുത്തിട്ടുണ്ടോ? ലക്ഷ്മി, ഇരുവർക്കുമെതിരെ, ഭാര്യ മാതാവ് സഫിയയ്ക്കും ഭാര്യ റഫീനയ്ക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് തന്നെയാണ് ചേലക്കര പോലീസ് പറയുന്നത്. മൊയ്തുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. മറ്റ് കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം ആവശ്യമെങ്കിൽ ഇരുവരെയും അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ പരിക്കേറ്റ സുലൈമാൻ ആശുപത്രിയിൽ ചികിത്സ തേടി തുടർന്ന് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മടങ്ങിയതായിട്ടാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ശരി. തൃശ്ശൂരിൽ കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ യുവാവിന് ക്രൂരമർദ്ദനം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ കെ വിജയൻ.